21 കിലോ കഞ്ചാവുമായി 4 അതിഥി തൊഴിലാളികൾ കാലടിയിൽ പിടിയിൽ. കാനൂർ ശ്രീമൂലനഗരം ഭാഗങ്ങളിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. 21 കിലോ കഞ്ചാവുമായി 4 അതിഥി തൊഴിലാളികൾ കാലടിയിൽ പിടിയിൽ. കാനൂർ ശ്രീമൂലനഗരം ഭാഗങ്ങളിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. പശ്ചിമ ബംഗാൾ സ്വദേശികളായ മനുവർ, സമീർ ഉൾ ഇസ്ലാം, ബാപ്പി മുല്ല, സാദിഖ് ഉൾ ഷെയ്ഖ് എന്നിവരാണ് പെരുമ്പാവൂർ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്ന് പിടികൂടിയത്. 2 ഓട്ടോറിക്ഷകളിലായാണ് പ്രതികൾ കഞ്ചാവുമായി എത്തിയത്. 3 പേരെ ശ്രീമൂലനഗരത്തിൽ നിന്നും ഒരാളെ കാനൂർ ജംഗ്ഷനിൽ വെച്ചുമാണ് പിടികൂടിയത്. ശ്രീമൂലനഗരത്ത് പിടികൂടിയവരിൽ നിന്നും 15 കിലോയും കാനൂരിൽ നിന്ന് പിടികൂടിയവരിൽ നിന്നും 6 കിലോ കഞ്ചാവുമാണ് കണ്ടെത്തിയത്. പോലീസ് പിന്തുടർന്ന് വന്ന പ്രതി കാനൂർ ജംഗ്ഷനിൽ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും തുടർന്ന് പ്രതിയെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പിടികൂടുകയുമായിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പ്രതികൾ പിടിയിലാകുന്നത്. ഒറീസയിൽ നിന്നുമാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത്. പെരുമ്പാവൂർ കാലടി മേഖലകളിൽ വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. കാലടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലുവയിൽ നിന്ന് ഒരു വണ്ടിക്ക് കയറി വന്നാ. അപ്പോൾ ആ വണ്ടിക്കാരൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ബായ് ഇവിടെ ചാടിയുണ്ട്, ഈ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് പോയാൽ അങ്ങനെ കറങ്ങി വന്ന് ഞങ്ങളുടെ ഇവിടുത്തെ വേറൊരു വണ്ടി കയറിയിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഈ ഓട്ടോക്കാരൻ പറഞ്ഞു ഈ ബായി തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചെടുത്തിയ ഞങ്ങളോട്. ആലുവയിൽ നിന്ന് വണ്ടിക്കാരനെ അവൻ സംശയം തോന്നിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, കാരണം കാഞ്ഞൂര് ഓട്ടം മതിയാക്കി വിട്ടതാണ്. ആ വണ്ടിക്കാരൻ പറഞ്ഞു ഇങ്ങനെ ഒരു ബാഗായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി കഴിഞ്ഞ് ബാഗ് തുറന്നപ്പോഴാണ് ഈ കഞ്ചാവ് കൂടി കണ്ടത്. അവൻ ഓട്ടോറിക്ഷയിൽ ബലപ്രയോഗമൊക്കെ നടത്തി. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചാണ് കീഴ്പ്പെടുത്തി. അപ്പോൾ തന്നെ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടുകയും സാറുമാരും വന്ന് അവരെ ഏറ്റെടുക്കുന്നത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ കെ സുദർശൻ IPS അവരുടെ നിർദ്ദേശപ്രകാരം ഈ കഴിഞ്ഞ 25-ാം തീയതി തുടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഡാൻസ് ഓഫ് ടീമിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത്. അതുപ്രകാരം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഹിന്ദി സംസാരിക്കുന്ന 3 പേർ ചേർന്ന് എന്തോ സംശയാസ്പദമായ രീതിയിൽ പൊതുകളുമായിട്ട് വരുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രീമൂലനഗരം കൈപ്പറ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ഈ വാഹനം തടഞ്ഞു നിർത്തിയത്. അതിനുശേഷം ഞങ്ങൾക്ക് തന്ന ഇൻഫർമേഷൻ പ്രകാരം നമ്മുടെ ടീം അംഗങ്ങളെല്ലാവരും തന്നെ അവിടെ പോയി പെരുമ്പാവൂർ ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ വാഹനം പരിശോധിക്കുകയും അതിലുണ്ടായിരുന്ന ആളുകളുടെ കൈവശം വരുന്ന പൊതികൾ പരിശോധിക്കുകയും അപ്പോഴാണ് നമുക്ക് അതിൽ നിന്നും നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 15.484 ഗ്രാം ഗഞ്ചാവ് നമുക്ക് കിട്ടുന്നതും പിടിച്ചെടുക്കുന്നതും. അതുപോലെ തന്നെ ഇതേ ദിവസം തന്നെ ഇന്നലെ തന്നെ മറ്റൊരു ഇൻഫർമേഷൻ നമുക്ക് പിന്നെ കിട്ടിയത് ഇതേപോലെ തന്നെ ആലുവയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന ഒരാളുടെ യാത്രക്കാരനെ സംശയം തോന്നിയിട്ട് വന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത്. ഇങ്ങനെ ഒരു ആൾ എന്തോ ഒരു മയക്കുമരുന്ന് എന്തോ സംശയം പറഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാഞ്ഞൂർ വെച്ചിട്ട് നമ്മൾ ഈ ടീം അംഗങ്ങളായിട്ട് നമ്മൾ അവിടെ പോവുകയും നമ്മളവിടെ ചെന്ന് ഇവിടെ പരിശോധിച്ച് ടിയാൻ്റെ കയ്യിൽ നിന്നും ഏകദേശം 5.5 കിലോയോളം നിരോധിത മയക്കുമരുന്നായി കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട DPC അവറുകളും അതേപോലെ തന്നെ പെരുമ്പാവൂർ ASP ആയിട്ടുള്ള ശ്രീ ഹാർദിക് മീണ IPS അവരുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ഡാൻസ് ടീമും അവരെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷനിലെ മറ്റ് ഉദ്യോഗസ്ഥരുടെയും ശ്രമഫലമായിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ വലിയ തോതിൽ നമുക്കറിയാം ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു രാജ്യത്തിനെതിരായിട്ടുള്ളൊരു ടെററിസമാണ്. പിന്നെ നമ്മുടെ ഭാവി നിർണ്ണയിക്കേണ്ട നമ്മുടെ യുവാക്കളും കുട്ടികളുൾപ്പെടെയുള്ള ആളുകളെ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥകളെല്ലാം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മയക്കുമരുന്ന് ശൃംഖലയുടെ ഒരു
വിഭാഗത്തെയാണ് നമ്മൾ ഇന്നലെ ഈ ഓപ്പറേഷനിലൂടെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്.